അങ്ങനെ പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ പയറുപൊടി കൊണ്ടാണ് കോഴി ഉണ്ടല്ലേ ഇവിടെ സൗന്ദര്യം കൂട്ടുമ്പോഴാണ്. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് സൗന്ദര്യം കൂട്ടിയാലോ എന്ന്. അപ്പോൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് നമ്മളെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ പറ്റിയൊരു പരിപാടിയാണ് കേട്ടോ ഇത്. വീട്ടമ്മമാർ നാക്കണ്ട, കോളേജിൽ പോണ കുട്ടികൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കി വെക്കൊണ്ടു. അപ്പോൾ ഫേസിലിടാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. ഇത് ഞാൻ ചെയ്തതാണ്, നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇപ്പോൾ തുടങ്ങിയതല്ല, ചെറുപ്പം മുതലേ തുടങ്ങിയത് തന്നെയാണ് കേട്ടോ ഈ പരിപാടി. അപ്പോൾ ഞാൻ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചത്. നമുക്ക് ബ്യൂട്ടി പാർലർ പോകാൻ എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ 2-3 ദിവസം മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങളെ മുഖത്തിൻ്റെ മാറ്റം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് റിസൾട്ട് എന്തായിന്ന് നിങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ വന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അധികം ചിലവുകളൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ രക്തചന്ദനത്തിൻ്റെ പൊടിയും പിന്നെ നമ്മളെ കസ്തൂരി മഞ്ഞളും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് സെപ്പറേറ്റ് കാണിച്ചു തരാൻ ഇല്ല. ഞാൻ എന്താ വെച്ചാൽ ഈ കണ്ടെയ്നറിൽ ഞാൻ ഇട്ട് വെക്കലാണ് ചെയ്യൽ, രണ്ടും കൂടി മിക്സ് ആക്കിയതിന് ശേഷം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മിക്സ് ആക്കാനൊന്നും വെക്കണ്ട. അപ്പോൾ അതാക്കൊണ്ട് ഞാൻ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. നമ്മളെ മുഖത്തിന് വലിപ്പത്തിനനുസരിച്ച് പൊടികൾ വേണം. അപ്പോൾ എനിക്ക് ഏകദേശം ഇതിനൊരു സ്പൂണ് പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കൽ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇത് കണ്ടോ, പാലിലേക്ക് നമ്മൾ ഈ പൊടി കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എന്താ പറയുക, ഇത് രാവിലെയും വൈകുന്നേരവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാല് ഇല്ലാച്ചെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാക്കണോ ഈ പരുവത്തിൽ ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് തേക്കുകയാണ്. അപ്പം ഇന്ന് നമ്മളെ അമ്മൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. വീഡിയോ അമ്മുവാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ ഞാനിത് തേക്കാൻ വരല് ഇവിടെ അകത്തുനിന്നാണ് കേട്ടോ. ഇന്ന് പിന്നെ അകത്ത് വെളിച്ചക്കുറവൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മളെ വീട്ടിൽ വല്ല ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ കെട്ട് കഴുകി പോരേണ്ട ഒരവസ്ഥ വരും. അതൊന്നും എന്നൊന്നും അങ്ങനെ സംഭവിക്കില്ല, ചിലപ്പോഴൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഒരു കണ്ണാടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു കണ്ണാടി. നല്ലോണം പിടിച്ച് വരതൊന്നും വേണ്ട, ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അകത്ത് കറണ്ട് ഇല്ലാച്ചെങ്കിലൊക്കെ ഇതുപോലെ ഒരു കണ്ണാടിയും കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്ന് ചെയ്യാറ്. അപ്പോൾ ആ കഴുത്തുനിന്ന് കുറച്ചിങ്ങോട്ട് കൂടി തേച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. ചിലവർക്ക് ഈ കസ്തൂരി മഞ്ഞൾ മുഖത്ത് തട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു പുകച്ചിൽ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ ഈ മീശ ഭാഗത്ത്. അത് കുഴപ്പമില്ല, ഒരു 10 മിനിറ്റല്ലേ നമ്മൾ വെക്കണുള്ളൂ. ആദ്യമൊക്കെ നല്ല നീറ്റലും പുകച്ചിലായിരുന്നു. അപ്പോഴേക്ക് ഇത് ഉപയോഗിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ എന്നിട്ട് തേച്ച് കൊടുക്കുക. കണ്ണിക്കൊന്നും ആവാതെ ശ്രദ്ധിക്കുക. പുരികത്തുമ്പിലൊന്നും ആവണ്ട കേട്ടോ. പുരികത്തുമ്പിലൊന്നും ആവാൻ പാടില്ല. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ. അപ്പം ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തേച്ചിട്ടുള്ള ട്രക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇതൊക്കെ ഒന്നിട്ട് കളഞ്ഞ് മാറ്റിയതിന് ശേഷം പിന്നെ ഇതാക്കണം ഞാൻ ചെറുപയർ പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നില്ല, പകരം ചെറുപയറിൻ്റെ പൊടിയാണിത്. ഇത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒന്ന് ചാലിച്ചെടുക്കുക. അപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. പയർ പൊടിച്ചത് ഒന്ന് നല്ല കുഴമ്പ് രൂപത്തിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളെ ഫേസിൽ തേച്ച് കൊടുക്കാം. ഇത് തേക്കുന്നത് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. സോപ്പ് അങ്ങനെ പാക്കറ്റ് ചെയ്തതിന് ശേഷം ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ പയറുപൊടി കൊണ്ടാണ് കോഴി ഉണ്ടല്ലേ ഇവിടെ സൗന്ദര്യം കൂട്ടുമ്പോഴാണ്.
അങ്ങനെ നമ്മൾ മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ശരിക്കും ചെറുപയർ പൊടി കൊണ്ട് തേച്ച് കഴുകിയാൽ തന്നെ നല്ലൊരു ഒരു നല്ലൊരു എണ്ണമെഴുക്കൊക്കെ നന്നായിട്ട് തന്നെ പോകും കേട്ടോ. അതന്നെ ഒരു വൃത്തിയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാട്ടിത്തരട്ടോ. വെള്ളം ഒഴിച്ച് കഴുകി നീറ്റായതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖം നോക്കിയൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട്. ഒരു ഗ്ലോ പോലെ തോന്നണില്ലേ? അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. എന്താ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? സൂപ്പർ പരിപാടിയാണ്. ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ എന്ന് പറയാം. അപ്പോൾ നമ്മളെ കസ്തൂരി മഞ്ഞൾ, നമ്മളെ രക്തചന്ദനം, നമ്മളെ പാല്, പിന്നെ ചെറുപയർ പൊടി, ഇത് 4 ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സുന്ദരിയാവാം. അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ.